ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എങ്ങോട്ടാ പോണത്? എന്താ എപ്പോഴും പറയാലോ, പൂരത്തിനാണ് പോണത്. പൂരത്തിന് പറഞ്ഞാൽ ഇന്ന് നമ്മള് പത്താമ്പൂരാണ്. അപ്പൊ നമ്മളെ മണിയായിട്ട് വിളിച്ചിരുന്നു, പത്താമ്പൂരത്തിന് വീഡിയോ എടുക്കാൻ വരുന്നില്ലേ ചേച്ചിങ്ങാണ്ട്. അപ്പൊ കുട്ടി ഇറങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കാരല്ലേ. കുട്ടി ഇറങ്ങാണ് പറഞ്ഞാണ് മണിയായിട്ട് വിളിച്ചിരുന്നത്. അപ്പൊ അത് പോയി നോക്കട്ടെ. എന്താ ഐസ്ക്രീം എവിടുന്ന് കിട്ടുമല്ലോ? പൂരത്തിന് മാത്രം ഐസ്ക്രീം ഉണ്ടാവും. നല്ല വെയിലുണ്ടാവും. കുട്ടി ഇറങ്ങണത് കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. അമലുണ്ട് അവിടെ, സച്ചുവിന്റെ ചങ്ക്. ഞങ്ങൾ അങ്ങനെ പോണ വൈക്ക് കാണാല്ലേ. മന്ദം മന്ദം പോയി കൊണ്ട് ഏറുമാടൊക്കെ കെട്ടിക്കൂടെ. കുതിര കേട്ടോ ഗൈസ്, കുതിര പോണു. എന്താ ചേർന്ന് അന്നൊരു ദിവസം കുതിരനെ കാണുമ്പോ ഒരു ഓർമ്മയാണ് ഇൻഷക്കൊക്കെ. ഞാൻ സത്യത്തിൽ ഇൻഷനെ കാണാലെന്ന് വിചാരിച്ചത്. കുതിര ഓടിയോട്ടന്നൊക്കെ വന്നപ്പോ ഇൻഷനെ കാണാല്ല. ഇൻഷ ഓടി വേല കയറി. അത് രസായിരുന്നു. ആ ചങ്ങായിക്ക് എന്തെങ്കിലും പറ്റിക്കണോന്ന്. അങ്ങനെ ഗൈസ് ഞങ്ങള് ഞങ്ങളെ പാടത്തെത്തിട്ടോ. പൂരം കാണണേ, പൂരം കൊത്തി ഇറങ്ങല് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അങ്ങോട്ട് കേറാനുള്ള പരിപാടി അതുകൊണ്ട് അല്ലേ. അവിടേക്ക് ഇനി നടന്നെത്തണം, നമുക്ക് അവിടെ എത്തണം. വീട്ടിന്റെ അടക്കം കേറാണ്, അങ്ങോട്ട് കേറാണ് ഒരു. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പകൽപൂരം കാണാൻ വേണ്ടി പോകുന്നത്. രാത്രിക്ക് വേറെ രസം, രാത്രിക്ക് വേറെ രസം. നിറച്ച് വണ്ടികളും. അങ്ങനെ ഗൈസ് അവിടെ നിന്നൊക്കെ നടന്ന് ഇങ്ങോട്ട് എത്തിട്ടോ. നിറച്ച ആളുകളുണ്ട്. ഞാനും ഒക്കെ ആശിനെ കാണാല്ല. ആശിൻ്റെ അവിടെ ചേച്ചിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. എനിക്ക് ഏതേത് വീഡിയോ അത്രയും വിചാരിച്ചു. നമ്മളെ ആനക്കുട്ടന്മാരിവിടെ ഇപ്പുറത്താണ് കേട്ടോ. ഇപ്പുറത്തെ നല്ല വിശ്രമത്തിലാണ്. അവരെല്ലാവർക്കും ഇപ്പുറത്തെ നേടിക്കുന്നു. മറ്റൊരു അടക്കം ഇട്ടുള്ളൂ. അപ്പോൾ ഒരു ഇവിടെ വിശ്രമിച്ചു. പത്താമ്പൂരത്തിന് അമ്മായി നിങ്ങൾ ഗൈസ്. ഞങ്ങളുടെ അമ്മായി കേട്ടോ. ഞങ്ങളവിടെ കുറച്ച് സംസാരിച്ച് നിന്ന് പിന്നെ കൂട്ടി കയറാനുള്ള ഒരുക്കങ്ങളായിട്ടോ. ആനകളൊക്കെ അപ്പുറത്തുനിന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. 4 ആനയുണ്ട്. 3 ആനകൾ വന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടി ചെയ്ത്. പോവരുതട്ടോ. അതിന്റെ കുട്ടി ഇറങ്ങേണ്ടത് ഏതായാലും കണ്ടില്ല. കുട്ടി കയറുന്നത് കണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങട്ടോ. ആന അടുത്തേക്ക് എത്തുന്നതോറും ഈശ്വരന്റെ ബേക്ക് ഇങ്ങനെ വലിക്കാം. ഓള് മുന്നിൽ നിന്ന് അടുത്ത് ബേക്ക് പോയിട്ടോള് പുറത്തേക്ക് കാണുന്നുള്ളൂ.
പിന്നെ ഞങ്ങൾ അമ്മായിട്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങൾ കയറി അങ്ങോട്ട് പാളാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പോയിട്ടോ. മണിയേട്ടൻ്റെ അവിടെ കയറി പോകണം എന്ന് വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച അല്ലേ 11 മണി കഴിഞ്ഞു. പള്ളികൾ കൊണ്ട് ടൈമായാലും അറിയാണ്ട് ഞങ്ങൾ മണിയേട്ടനെ പുറത്ത് നിന്നാണ്ട് പോകാൻ പറഞ്ഞാണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഫാമിലി ഇപ്പണ്ട് അറിയാണ്ട് ഇന്ന് പുണ്ണാക്കോട്ട് എന്തോട്ടോ വന്നതാണ് അവിടെ. പിന്നെ ഇപ്പി അവിടെ നിന്ന് പോകുന്നു. ഞങ്ങളും പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇപ്പുറത്ത് കൂടിയും പോകുന്നു. എന്തിട്ടാ വെയിൽ, എത്ര മണി ആൾക്കാരാടല്ലേ, ചൂടും ആൾക്കാരെ ചൂടും ഒക്കെ പാടെ. ആനക്കൊന്നും മതള കഥ അങ്ങനത്തെ ചൂടാണ്. നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്. അപ്പൊ നിങ്ങള് എല്ലാരും പത്താമ്പൂരം കണ്ട് അഭിപ്രായം പറയും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞങ്ങൾ പെരീക്ക് എത്താനായി. എല്ലാരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പുന്നാര മുത്തുമണികളെ. അപ്പൊ പറഞ്ഞ പോലെ എല്ലാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളിവിടെ എത്തിട്ടോ, നമ്മളെ വീട്ടിലെത്തി.